നാട്ടിലങ്ങ് മീൻ കയറിയെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ വേറെ നോക്കില്ല. ഞാനും ആണ് ചൂണ്ടയെടുത്തുകൊണ്ട് നമ്മുടെ സ്പോട്ടിലോട്ട് കഴിച്ചുകൊണ്ടിടാൻ വേണ്ടി വന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിടപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു. ഞങ്ങളുടെ ഫൈൻ കൂടി ഞങ്ങൾക്കൊരു പൂഞ്ഞാണ്ടി പോലും കിട്ടിയില്ല. അപ്പം നമ്മൾ എന്ത് കൊടുക്കും, ഞങ്ങളുടെ ഇരുന്നൊരു ഉടക്ക വരെയുണ്ട്, അതും എടുത്തുകൊണ്ട് നമ്മൾ റിബിൻ്റെ വീടിൻ്റെ അയ്യത്തൊട്ടുള്ള സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഇവിടെ എല്ലാം വെള്ളം കയറി തുടങ്ങി. അപ്പം പോകുന്നവരെല്ലാവരും സേഫായിട്ട് എല്ലാവരും നിൽക്കുക. അത്യാവശ്യം അവിടെ തൊട്ട് ഇവിടം വരെ ഞങ്ങൾ വലയിട്ടിരിക്കുന്നു. വളരെയധികം പ്രതീക്ഷയിലാണ് ഞാനും അണ്ണനും വലയിട്ടത്. അത്യാവശ്യം നമ്മുടെ തുഴയുടെ മുകളിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇവന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റിബിൻ, ഏട്ട സ്പെഷ്യലിസ്റ്റാണ്. ഏട്ടൻ മാത്രമേ ആശാൻ പിടിക്കും, മറ്റ് മീനുകൾ അവന് ഇഷ്ടമല്ല. അണ്ണൻ പിന്നെ ഏത് മീനെയാണെങ്കിലും പിടിക്കും. അണ്ണൻ പിന്നെ ഒരു ജഗജില്ലയാളെയാണ്. അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ വൈകുന്നേരം ഞങ്ങൾ രണ്ടും ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങളുടെ വലയിലൊരു പൂഞ്ഞാണ്ടി പോലില്ലായിരുന്നു. ഇട്ട വലയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് കമ്പ് മാത്രം ചപ്പും കിട്ടി. പിന്നെ ഞങ്ങളങ്ങനെ തോറ്റ് പിന്മാറുന്ന ചരിത്രമില്ലല്ലോ. അങ്ങനെ ഇതും പോയിക്കൊണ്ട് ഞങ്ങളിതേ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ മീൻ കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കിനി അറിയാം.